ഹായ്, ഇന്നത്തെ വീഡിയോ സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ചാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗ്ലൂട്ടോത്തയോൺ. അതറിയാത്ത ഒരു ആൾക്കാരും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാലേ അതിൻ്റെ പ്രൊമോഷൻസ് വീഡിയോ ആണെങ്കിലും ഓഫേഴ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇഷ്ടംമാതിരി കാണുന്നുണ്ട്. അത് UAയിലാണെങ്കിലും അതെ, നാട്ടിലാണെങ്കിലും അതെ, നിറയെ അതിൻ്റെ പ്രൊമോഷൻസ് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഇത് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റാണ്. നമുക്ക് നന്നായിട്ട് ഫെയർ ആയാൽ മാത്രമാണ് നമ്മുടെ സൗന്ദര്യം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഞാനും അങ്ങനെ തന്നെയുള്ള ഒരാളാണ്. നോർമൽ ഒരു ഫോട്ടോ എടുത്താൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഫിൽറ്റർ ഇട്ടിട്ട് നമ്മൾ നല്ല വെളുത്ത് തുടുത്ത് സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു IV ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഗ്ലൂട്ടോത്തയോൺ എന്ന് പറഞ്ഞത്. ഈ ഗ്ലൂട്ടോത്തയോൺ ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫെയർ ആവും. പക്ഷേ ഈ ഗ്ലൂട്ടോത്തയോൺ IV എപ്പം നിർത്തുന്നു അത് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ. നമ്മൾ എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെ നമുക്ക് വരും. അപ്പം നമുക്കിതൊരു ലോങ് ഇതിൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്തൊരു പ്രൊമോഷന് പോയാലും ആൾക്കാർ അതിന് സൈഡ് എഫക്റ്റ് ഇല്ല, അതിൻ്റെ ബെസ്റ്റ് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഏറ്റവും നല്ലതേ പറയുള്ളൂ. ആരും ഒരു ചീത്ത പറഞ്ഞിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തില്ല. അത് ഏത് ബ്രാൻഡാണേലും അത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ്. അവരാരും അവരുടെ മൈനസ് സൈഡുകൾ പറയില്ല. നമ്മൾ IV ട്രിപ്പ് ഇടാൻ പോകുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് ആദ്യം ചോദിക്കുന്നത് പ്രഗ്നൻ്റ് ആണോ, എന്തെങ്കിലും അലർജി ഉണ്ടോ, ഫീഡിങ് ചെയ്യുന്നുണ്ടോ, ഇനി ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ അവർ നമ്മളോട് ചോദിക്കും. കാരണം അല്ല, ഇതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഓഫ് സീസണിൽ നല്ല ഓഫർ ഇടും. ഈ പാക്കേജ് പോലിടും. നാട്ടിലെ പോലല്ല, ഇവിടെ എല്ലാത്തിനും പാക്കേജസ് ആണ്. ഒരു ഹോസ്പിറ്റലിലെ ബ്ലഡ് ടെസ്റ്റ് മുതൽ ഇവിടെ എല്ലാം പാക്കേജസ് കൂടെ പോകുന്നു. സോ അപ്പോൾ അവർ ഓഫ് സീസണിൽ പാക്കേജസ് ഇട്ടപ്പോൾ ഞാൻ പോകാമെന്ന് ചിന്തിച്ചാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കസ്റ്റമേഴ്സ് കുറച്ച് കൂടുതൽ, അതായത് നോർമലിനേക്കാളും ഒരു 80% ഞങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഇവിടെ റെഗുലർ കസ്റ്റമർ. അപ്പം ഞാൻ അവരോട് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പം അവരെല്ലാവരും എന്നോട് അത് വേണ്ട, ബാക്ക് ടു നോർമൽ ആകും, നീ അത് നിർത്തിക്കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആകും, പിന്നെ എല്ലാത്തിനും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ആ അറിവിലാണ് ഞാൻ ഇപ്പം ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാവരുടെയും ഫോൺ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ അപ്പം നമുക്ക് ആൻസർ ചെയ്യും. ഞാനും ഗൂഗിൾ ചെയ്തപ്പം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ ഗ്ലൂട്ടോത്തയോണും എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവും അല്ലാത്ത വീട്ടിൽ നമ്മുടെ ബോഡി വൈറ്റിംഗ് ആക്കാൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെടുത്ത് തുടുക്കത്തില്ല. അതിന് നമ്മൾ സ്കിൻ ട്രീറ്റ്മെൻറ്റ് ആയിട്ടുള്ള ഗ്ലൂട്ടോത്തയോണൊക്കെ ഇട്ടാൽ പെട്ടെന്നുള്ളൊരു റിസൾട്ട് വരും. പക്ഷെ നമ്മുടെ ഇപ്പോൾ ഉള്ള കളറിനെ നമുക്കൊരു 2-3 സ്റ്റെപ്പ് കുറച്ചുകൂടെ ലൈറ്ററാക്കി എടുക്കാൻ പറ്റും. ആ റെമഡിയാണ് ഞാനിപ്പം പറയുന്നത്. അത് പറയാൻ വേണ്ടിയാണ് ഇത്രയും കഥ ഞാൻ പറഞ്ഞത്. അപ്പം വൈറ്റനിങ്ങിൻ്റെ ഒരു പാക്ക് പറയാനാണ് വന്നത്. വൈറ്റനിങ് പാക്ക് എന്ന് പറയുമ്പോൾ നാച്ചുറലാണ്, എക്സ്പെൻസീവാണ്, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഇല്ലാത്ത സാധനമാണ്. സാൻഡൽവുഡ്. അത് ആയുർവേദ ഷോപ്പുകളിലൊക്കെ കിട്ടും. സാൻഡൽവുഡിൻ്റെ പൊടി കിട്ടും. അത് വാങ്ങിച്ചിട്ട് റോസ് വാട്ടറും കുറച്ച് പാലൂടെ മിക്സ് ചെയ്ത് നമുക്ക് നെക്കും ഫേസും എല്ലാം ആഴ്ച 4 വട്ടം ഇടാം. 3 to 4 നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റ് ആവും. പിന്നെ അതുപോലെ നമ്മൾ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള ചെറിയ ചെറിയ സ്പോട്സുകൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആവും. ഗ്ലോ വരും, ഫേസിൽ നല്ലൊരു ഗ്ലോ വരും. സാൻഡൽവുഡ് ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൻ്റെ ഒറിജിനൽ കറക്റ്റ് കിട്ടുന്നത് അങ്ങാടിക്കടകളിലാണ്. ഈ ആയുർവേദ ഷോപ്പിലും എല്ലാം കറക്റ്റാണോ എന്ന് എനിക്ക് 50-50 ചാൻസേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങാടി ഷോപ്പുകളുണ്ട്. ഈ നമ്മുടെ ആയുർവേദത്തിൻ്റെ എല്ലാം ഈ വേരുകളും അങ്ങനെയൊക്കെ കിട്ടുന്നത് ഈ അങ്ങാടി ഷോപ്പുകളിലാണ്. അവിടെ സാൻഡൽവുഡിൻ്റെ തടിയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പൗഡറായിട്ടും ഉണ്ട്. ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങാടിക്കടകളിൽ കിട്ടുന്നത് കറക്റ്റായിരിക്കും. പിന്നൊന്നാണ് ഞവര. ഞവര ഇപ്പോൾ അറിയാൻ പറ്റും എല്ലാവർക്കും. എന്താ പറയുക, ആയുർവേദത്തിൽ ഞവരക്കിഴൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അതുപോലെ തന്നെ ഞവരയുടെ ഫേഷ്യൽസ് ഉണ്ട്. അതായത് അത് ഞവര അരി തന്നെ വന്നതാണ്. അരിയിൽ നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കുറുക്കി വേവിച്ചിട്ട് അതിനെ ഒരു വൈറ്റ് ക്ലോത്തിനകത്ത് കെട്ടിയിട്ട് ചെറു ചൂടോടെ അതിനെ കിഴി പോലെ, ഇപ്പോൾ ഫേഷ്യലിനാണെങ്കിൽ നമ്മളതിനെ കിഴി പോലെ നമ്മുടെ ഫേസിലും നെക്കിലും എല്ലാം മസാജ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് തന്നെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ആ പൗഡർ എടുത്തിട്ട് ഒന്നുകൂടെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതിനെ തന്നെ നമ്മൾ പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് എടുക്കലാണ് ഫേഷ്യൽ ചെയ്യുന്നത്. ഇത് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഞവര പൗഡറായിട്ട് തന്നെ ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ എടുത്തിട്ട്
കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കുറുക്കണം. ചെറു ചൂടോടെ അതിനെ കുറുക്കിയിട്ട് ഇച്ചിരി ചൂടോട് വേണം നമ്മൾ ഫേസിൽ. അപ്പോൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് സ്ക്രബ് പോലെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് മസാജ്, അതായത് ഒരു കാണിച്ചു തരാം, ഈ നോസിൻ്റെ അവിടെ ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ഈ നോസിൻ്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല വൈറ്റ് ഹേർട്സ് കാണും. അപ്പോൾ ഇത് ഒരു പേസ്റ്റ് രൂപത്തിലല്ലാത്തതുകൊണ്ട് ഇതൊരു ഇച്ചിരി ഒരു തരിതരിപ്പ് രൂപത്തിലായതുകൊണ്ട് നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് ഇവിടെയൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നും വൈറ്റ് ഹേർട്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫുൾ അത് വാഷ് ചെയ്ത് തരാം. ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങളിങ്ങനെ സ്ക്രബ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്കതിനെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോയി എഫക്റ്റ് ആയിരിക്കും. ഇത് പേഴ്സണലി ഞാൻ നവംബർ തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഞവര പൗഡറായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ അത് അവൈലബിൾ ആണ് ഞവര പൗഡറായിട്ട്. ഇനിയിപ്പം കുഴപ്പമില്ല, ആയുർവേദ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ഞവര അരിയായിട്ടാണ് കിട്ടുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 2 ടിപ്പും കെമിക്കൽ ഇതായിട്ടുള്ളതല്ല, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിഴി ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഞവര കിഴിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സാൻഡൽവുഡിൻ്റെ കാര്യം ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ഒരു വൈറ്റനിങ് തരുന്നതാണ്. നമ്മൾ എന്തൊരു പാക്ക് ഇപ്പം എത്ര എക്സ്പെൻസീവായിട്ടൊരു വൈറ്റനിങ് ക്രീം അല്ലെങ്കിൽ ഒരു പാക്കിൻ്റെ അതിനകത്തുള്ള കണ്ടൻറ്റിനകത്ത് ഒന്നീ സാൻഡൽവുഡ് ഓയിൽ കാണും, അല്ലെങ്കിൽ സാൻഡൽവുഡിൻ്റെ പൗഡർ കാണും, അതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.